അങ്ങനെ അവസാനം ഞങ്ങളുടെ മെൽബണിലെ സ്റ്റേയിൽ അവസാനം ഞങ്ങൾക്കൊരു സണ്ണി ഡേ കിട്ടി. അപ്പം ഈവനിങ് ആയപ്പം പിള്ളേരെല്ലാം സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാമെന്നും പറഞ്ഞ് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയതാണ്. ഫണ്ണായിരുന്നു. ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ശരിക്കും നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ അടിക്കണത്. കാരണം പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ഈ അയലോക്കത്തുള്ള വീട്ടിൽ കൂടെ പോയി കൂട്ടുകാരുടെ കൂടെ അവിടെ സ്ഥിരം കളിക്കുമായിരുന്നു ഇങ്ങനെ ടെന്നീസ് ബോർഡ്. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി. സാറേയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ചേട്ടായിമാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ. കാരണം ഇത്രയും നാൾ ഈ ട്രെയിനിങ് ഞാനും സാറേയും മാത്രമായിട്ടുള്ള ഒരു ഇതിലാണല്ലോ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം കുറച്ച് ചേട്ടായിമാരെയും കിട്ടി. പിന്നെ ടെസ്റ്റ് ഉണ്ടായിരുന്നു കൂടെ കളിക്കാൻ. അപ്പോൾ ഇവരുടെ ഒക്കെ കൂടെ കളിക്കണ ഒരു ഇച്ചിരി ഫണ്ണായിട്ട് സാറയ്ക്ക് ഇത് ഫീൽ ചെയ്തു. ഞങ്ങളുടെ 3 ടെന്നീസ് ബോളും മരത്തിൻ്റെ മുകളിൽ സ്റ്റക്കായി. പിന്നെ ടെന്നീസ് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് 2 സോക്കർ ബോൾ ഉണ്ടായിരുന്നു. 2 സോക്കർ ബോളും കൊണ്ട് ഏറ് തുടങ്ങി. അവസാനം 2 സോക്കർ ബോളും ആ മരത്തിൻ്റെ മുകളിൽ സ്റ്റക്കായി. ആ മരം ഭയങ്കര ഹാർഡ് ബ്രാഞ്ചസും പിന്നെ ഭയങ്കര തിക്ക് ബ്രാഞ്ചസും ആയിട്ടുള്ള ഒരു മരമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കളി നിർത്തേണ്ട അവസ്ഥ വന്നു. പിന്നെ കളിയെല്ലാം കഴിഞ്ഞ് അടുത്ത കലാപരിപാടിയിലേക്ക് കടന്നു. അവിടെ ചേട്ടായുടെ വീട്ടിൽ വലിയൊരു സ്പാ പൂളുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് നീന്തുമൊക്കെ ചെയ്യാം. അങ്ങനെ അത്തേൽ ചാടി ഇറങ്ങി. പക്ഷെ അല്പം തണുപ്പായിരുന്നു. കാരണം ഈ സ്പാ പൂള് വർക്കിംഗ് അല്ലായിരുന്നു. അതിന് മുമ്പത്തെ ദിവസമാണ് ഒരു ടെക്നീഷ്യൻ വന്നത് ഫിക്സ് ചെയ്തത്. അപ്പം ഈ വെള്ളം മൊത്തം അതിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രിയിലേക്ക് എത്താൻ സമയമെടുക്കും. കാരണം ഇത്രയും വെള്ളമുള്ള സ്പാ പൂളല്ലേ. അതുകൊണ്ട് ഏകദേശം 25 നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ചാടിയത്. പിന്നെ അവസാനം കലാശക്കൊട്ട് പരിപാടിയിലേക്ക് കിടന്നു. നമ്മൾ മെറിനും ജിനോയും അവിടെ നല്ല കീട്ടിലും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻ പൊള്ളിച്ചതും മീൻ മാങ്ങാക്കറിയും അതുമൊക്കെ പൊളിയായിരുന്നു.